ഹായ്, ഗോവിന്ദ് വിഷ്ണുവിന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ റീസെന്റ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആക്ഷൻ ഫിലിം ആയിരുന്നു ദാവീദ് എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ ആന്റണി വർഗീസ്, ലിജോ മോൾ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പ്രമേയം എന്നുള്ളത് കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല, എങ്കിലും ഒരു വള്ളയും പറയാം. നമ്മുടെ ചിത്രത്തിലെ കഥാനായകനും അതുപോലെ തന്നെ ഒരു ലോക ബോക്സിംഗ് ചാമ്പ്യനുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. എന്താണ് പ്രശ്നം, എങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെയുള്ള സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. വ്യക്തിപരമായിട്ട് എനിക്കൊരു ആവറേജിനടുത്തുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ദാവീദ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രത്തിന്റെ കഥ എന്നുള്ളത് എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കൗതുകത്തോടെ നോക്കി ഇരുത്താൻ പാകത്തിനുള്ള ഒരു റൈറ്റിംഗ് ഒന്നും സിനിമയ്ക്കുള്ളിൽ ഇല്ലായിരുന്നു. അതും പറയേണ്ടത് രണ്ടാം പകുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രേക്ഷകനും ഗസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇനി രണ്ടാം പകുതി പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, എന്നിട്ട് അങ്ങനെ പോയി അവസാനിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയും ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്. സോ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ലാഗും കാര്യങ്ങളൊക്കെ തന്നെ പേഴ്സണലി ഈ ഒരു ചിത്രം എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തരക്കേടില്ലാതെ കണ്ടുകൊണ്ടിരുന്നത് അഭിനേതാക്കളുടെ പ്രകടനവും ടെക്നിക്കൽ സപ്പോർട്ടും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ഒരു കട്ട ആന്റണി വർഗീസ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വേണ്ടിയുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് ആക്ഷൻ സീക്വൻസിലൂടെയും അങ്ങനെയുള്ള പരിപാടികളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നീറ്റായിട്ടാണ് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നായികയായിട്ട് എത്തുന്ന ലിജോ മോളാകട്ടെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബോക്സിംഗ് ചാമ്പ്യൻ, ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മോ ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. ഒരു രക്ഷയില്ലാത്തൊരു പ്രകടനമാണ് പുള്ളിയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വിജയരാഘവനുണ്ട്, സൈജു കുറുപ്പുണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിലെ സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ, എഡിറ്റിംഗ് വർക്കാകട്ടെ, അല്ലെങ്കിൽ ചിത്രത്തിന്റെ മ്യൂസിക് വർക്കാകട്ടെ, ഇതൊക്കെ തന്നെ അത്യാവശ്യം ഒരു എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ടെക്നിക്കലി അത്യാവശ്യം ഓക്കെയാണ്, അതുപോലെ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് എന്നുള്ളത് അത്രയും വലിയ മാരകമല്ല എന്നുള്ളതാണ് ദാവൂദിന്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നുള്ളത്. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, സിനിമയ്ക്കുള്ളിൽ കുറേ മാസ്മരിക രംഗങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി സംവിധായകൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പം നായകന്റെ കാര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ നായകനെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു റിവീലിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കൂടുതലായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. അതായത് കൊച്ചി രാജാവിൻ്റെ അകത്ത് ദിലീപ് പറയുന്ന പോലെ എനിക്ക് കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ വിജയരാഘവനൊക്കെ വെച്ചിട്ടാണെങ്കിലും കുറേ മാസ് പരിപാടിയൊക്കെ അടക്കം ഇങ്ങനെ മീശയൊക്കെ വെച്ചിട്ടും ഒക്കെ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ആവും. അതൊന്നും തന്നെ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടി സംവിധായകന് സാധിക്കാത്ത പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ആന്റണി വർഗീസിനെ വെച്ചുകൊണ്ട് ഒരു മുണ്ട് മടക്കി കുത്തുന്നൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എലിവേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം പ്രേക്ഷകരിലേക്ക് അത്രത്തോളം ഇൻറ്റൻസീവായിട്ട് കിട്ടുന്ന രീതിയിലല്ല അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും എനിക്കൊരു ഓക്കെ ഫിലിമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാം. യാതൊരു വിധത്തിലുള്ള അഡൽട്ട് കണ്ടന്റ് രംഗങ്ങളോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ആക്ഷൻ ഫിലിമാണ്, സോ കുറച്ച് വയലൻസ് ഒക്കെ കാണുമല്ലോ, അതെന്തായാലും സിനിമയ്ക്കുള്ളിൽ ഉണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിനിമയ്ക്ക് മാക്സിമം ഒരു 6 out of 10 ആണ് നൽകുന്നത്, 10-6. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.